സബീഷ് കുഴിപ്പാലയുടെ 1001 കവിതകൾ ഭാഗം 52. ഡോക്ടർ നെഞ്ചിടി പറഞ്ഞത് സ്നേഹം നിറഞ്ഞ മനസ്സുകൊണ്ടാണ്. കരളുരുകിയത് സ്നേഹത്തിന് വിലങ്ങ് വീണപ്പോഴാണ്. ആതുര സേവനം ശരീരത്തിലെയല്ല ആലിംഗനം ചെയ്തത്, പ്രണയാതുരതയെ സ്നേഹാതുരതയെ ചുംബിച്ചപ്പോഴാണ്. ആയുർവേദം പതിയെ ഊർന്നിറങ്ങി ഹൃദയത്തിൽ ചേർന്നു നിന്നപ്പോഴാണ് വിഷകാരികളെ ഉള്ളിൽ നിന്നും പുറത്തേക്കെറിഞ്ഞത്. കോളിംഗ് ബെൽ ഉണർത്താനല്ലായിരുന്നു അകത്തേക്കിറങ്ങി വന്നത്. ഉറങ്ങിക്കിടന്ന വികാര ചാബല്യങ്ങളെ മയക്കിക്കിടത്താതെ ഊർജ്ജസ്വലമാക്കാനായിരുന്നു. കർട്ടൻ വെളിച്ചത്തെ മറയ്ക്കാനല്ല, വൈരുദ്ധ്യങ്ങളെ ലയിപ്പിച്ച് പഠനത്തിന് കൊഴുപ്പേകിയത്. പാവ തലയാട്ടിക്കൊണ്ടാണ് മുൻനിരയിലേക്ക് കടന്നു വന്നത്. ഉടൽ നിറച്ച വികാരങ്ങൾ ചുഴിയിലകപ്പെട്ടു പോയത് അപ്പോഴാണ്. പാവക്കൂത്ത് ഹൃത്തടം നിറയെ നർത്തനമായിരുന്നില്ല, വിഷസങ്കല്പങ്ങളെ നിർഗുണനം ചെയ്ത് സ്വപ്നങ്ങളെ മനസ്സിലേറ്റിയത്. നിഴൽക്കൂത്ത് പര്യവസാനിക്കുന്നതിന് മുമ്പേ ഉറക്കത്തിലാണ്ടുപോയ സ്വപ്നങ്ങളെ പിന്നെയും തളിർക്കുന്ന മോഹങ്ങളാക്കി ഓർമ്മപ്പെടുത്തുന്നത്. നിഴലാട്ടം ജനിക്കുന്നത് ഒരുമിച്ചാണെന്ന് പഠിപ്പിച്ചത് ഓരോ യാത്രകളും തനിച്ചോരോ വഴികളിലാണെന്ന് മനസ്സിലായപ്പോഴാണ്. ആലങ്കാരികം മനോഹരിയായാണ് അകത്തുനിന്ന് പുറത്തേക്കിറങ്ങിയത്. പുടവകൾ പല വർണ്ണങ്ങളിലാക്കിയാണ് കാലത്തെ ഒരുക്കി വച്ചത്. നൈമിഷികം ഹ്രസ്വമായിരുന്നു ജീവിതമെങ്കിലും കാഴ്ചകൾ ദൈർഘ്യമേറിയതെന്ന് നിരീക്ഷണങ്ങളിൽ അലഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ചാപ്പ വെറുമൊരു കുരിശായിരുന്നില്ല. മരണം അവസാനം വരെയുള്ള കനത്ത പ്രഹരത്തിൻ്റെ അടിവേരുകളാണ് പുതിയ ജന്മത്തിനാധാരമെന്ന് പിന്നെ തിരിച്ചറിഞ്ഞത്. ആധിപത്യം കിരീടമായിരുന്നു ആദ്യ ലക്ഷ്യം. പിന്നെ തുടർഭരണം ആയിത്തീർന്നപ്പോഴാണ് ജീവിതം തകർന്നുപോയത്. പുഷ്യരാഗം ശ്രേഷ്ഠമായ ഒന്നിനെ ധരിച്ചാണ് മാനവസന്നിധിയിലെത്തിയത്. ഭഗവത് സ്പർശം കൊണ്ട് ഉണരാതിരുന്നു പോയതും മനസ്സാണ്. വാൽക്കിണ്ടി മൂക്ക് നീട്ടി വളർത്തി, നാവിന് നീളം കുറച്ച്, വായ്ക്കകം നിറച്ച് സമ്പന്നമായപ്പോഴാണ് അടിസ്ഥാനങ്ങൾ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടത്. ഉരൽ ഉരുണ്ടുരുണ്ട് നടന്നതല്ല, ആഗ്രഹനിഗ്രഹങ്ങളെ ബലികഴിക്കാതെ ബലിക്കല്ലുകളിൽ രക്തക്കുരുതിക്ക് തളം കൊടുത്തത്. അമ്മിക്കല്ല് അരഞ്ഞരഞ്ഞ് തീർന്നപ്പോഴൊന്നും അരിമണികൾ പ്രതിഷേധിച്ചില്ല, കാരണം കരച്ചിലിന് ഒരിടമില്ലായിരുന്നു അവിടെ. സ്തൂപം തലകളേറെ കൊത്തിവെച്ചപ്പോഴാണ് ഉടൽ നിറച്ച ദേഹസ്മൃതികളിൽ നവയൗവനത്തിൻ്റെ ഊർജ്ജസ്രോതസ്സുകൾ ഉണർന്നത്. ധൂപം ഉയർന്നുയർന്നു പോകുമ്പോഴായിരുന്നു നിഴലുകൾ മനസ്സിൽ നിന്ന് കറുത്തിരുണ്ട് വിഷകാരികളെ പുറത്തേക്ക് തള്ളിയത്. പൂർത്തീകരണം ബാധ്യതകളൊന്നുമില്ലായിരുന്നു. നടന്നകന്ന വഴികളൊക്കെയും തിരിച്ചറിയാതെ മുന്നോട്ട് കുതിക്കുമ്പോഴായിരുന്നു താഴേക്കൂർന്നു വീണ് പിന്നെയും ഉയരങ്ങളിലേക്ക് കുതിച്ചത്. സിബ് യോജിപ്പിച്ച് വിഘടനത്തിലൂടെ തളർന്നുറങ്ങിയപ്പോഴാണ് വിഘ്നങ്ങളില്ലാതെ ജീവിതം തളുത്തത്. ദുർഘടം വഴികളെത്ര ദൈർഘ്യമുള്ളതെന്ന് തിരിച്ചറിഞ്ഞത് യാത്രയിലുടനീളം അഭയാർത്ഥികളായി ജീവിതത്തെ വാർത്തെടുത്തപ്പോഴാണ്. സുഗമം സ്വപ്നതുല്യമായിരുന്ന ജീവിതമത്രയും താളങ്ങളിൽ ആടിക്കൊഴിഞ്ഞപ്പോഴാണ് ചിറകുകളറ്റ് ദുഃഖങ്ങൾ സുഖങ്ങൾക്ക് വഴിമാറിക്കൊടുത്തത്. പഞ്ചമി തിളങ്ങിയപ്പോഴാണ് ഉണർന്നത്, ഉദിച്ചപ്പോഴാണ് അസ്തമനത്തെക്കുറിച്ചോർത്ത് രാത്രികളെപ്പോലും ആവരാതികളിൽ ഉറക്കിയത്. കപ്യാർ നാഴികമണിക്കൊരു നാദമായിരുന്നില്ല, തുള്ളി തെളിഞ്ഞൊരു മതാധികാരത്തിൻ്റെ തേൻതുള്ളികളായത്. പള്ളിമണി പ്രഭാതമായിരുന്നു ആദ്യം ശബ്ദിക്കേണ്ടിയിരുന്നത്, പിന്നെയാണ് കുർബാനയും മരണവും അടയാളപ്പെടുത്തുന്ന കുരിശുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം ഒറ്റുകൊടുത്ത ശിഷ്യന് അപ്പം എണ്ണിക്കൊടുത്തപ്പോഴാണ് കണ്ണിൽ തെളിഞ്ഞ ആർത്തിയിൽ യേശു കുരിശിലേറ്റപ്പെട്ടത്.